Hey guys, മച്ചന്മാരെ എന്തുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലിരുന്ന കൊണ്ട് 0% ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിന് പൈസ സമ്പാദിക്കാൻ ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നത് കൊണ്ട് വീഡിയോ മിസ് ഫുള്ളായിട്ട് കാണുക. എൻ്റെ പേരിൽ ഇൻവെസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന LSTECH മലയാളം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഭൂമിയിൽ മൊത്തം 2 ബില്യൺ ആക്റ്റീവ് യൂസേഴ്സാണ് മാസം യൂട്യൂബിലുള്ളത്. ബിക്കോസ് യൂട്യൂബ് ഇസ് ദ വേൾഡ്സ് മോസ്റ്റ് സെക്കൻഡ് വിസിറ്റഡ് വെബ്സൈറ്റ്. ഫസ്റ്റ് ഗൂഗിളാണ്, സെക്കൻഡ് യൂട്യൂബ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിച്ച് നോക്കാം നമുക്ക് യൂട്യൂബിനകത്ത് ഇനിയും എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് വെച്ച്. സോ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബ് ലോഗിൻ ചെയ്യാം. അക്കൗണ്ട് ഇല്ലാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പേജിലോട്ട് നേരെ വരും. ഇവിടെ വന്ന് നിങ്ങളുടെ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടും. സോ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആക്കിയ ഈ ഗൂഗിൾ അക്കൗണ്ട് വെച്ചാണ് നമ്മുടെ യൂട്യൂബിലേക്ക് ലോഗിൻ ചെയ്യാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിലേക്ക് കയറിയിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയെങ്കിൽ സൈൻ ഇൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ഗൂഗിൾ ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളിപ്പോൾ യൂട്യൂബിലേക്ക് ലോഗിൻ ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ആക്കിയ ഈ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ യൂട്യൂബ് ലോഗിൻ ചെയ്യണം. സോ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ സൈൻ ഇൻ ആയിട്ടുണ്ട്. നിങ്ങൾ കാണാം ഫ്ലിപ്പ് ഡ്രൈവർ പറഞ്ഞ നമ്മുടെ പുതിയ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ സൈൻ ഇൻ ആക്കി. ഇനി ഇവിടെ താഴെ നോക്കി ക്രിയേറ്റ് ആയ ചാനലുണ്ട്. അതിനു മുമ്പ് നിങ്ങളിപ്പോൾ സ്മാർട്ട് ഫോണിലാണ് ഒരു യൂട്യൂബ് ആപ്പ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കണം ആലോചിക്കുന്നെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോണിൽ യൂട്യൂബ് ആപ്പിനകത്ത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സ്മാർട്ട് ഫോണിൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൽ കയറിയിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്യണം. ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്തെങ്കിൽ ഇപ്പോൾ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ആപ്പ് ക്രിയേറ്റ് ആയി കിട്ടും. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയി കിട്ടും. ഇനി താഴെ നോക്കി ക്രിയേറ്റ് ആയ ചാനലുണ്ട്, ഇവിടെ ക്ലിക്ക് ആക്കുക. പിന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങളിപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുന്ന ഒരു നെയിം കൊടുത്ത് കാണും. ആ നെയിം വേണോ അതോ നിങ്ങളുടെ ചാനലിലേക്ക് ഒരു പുതിയ പേര് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് പുതിയ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് പുതിയ സെലക്ട് കൊടുക്കാം, കസ്റ്റം നെയിം സെലക്ട് ആക്കാം. ഇനി നിങ്ങളുടെ ചാനലിൽ ഇവിടെ ഒരു നെയിം കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചാനലിപ്പോൾ നമ്മുടെ ചാനൽ നെയിം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ക്രൂഡ് ഗെയിമിംഗ് പറഞ്ഞ്. ഇനി താഴെ നോക്കി ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു നെയിം കിട്ടി, ക്രൂഡ് ഗെയിമിംഗ് പറഞ്ഞ്. ഇനി നമ്മുടെ ചാനലിന് ഒരു ലോഗോ കൊടുക്കണം. ഈ ലോഗോ എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ നോക്കിയെങ്കിൽ LSTECH മലയാളം പറഞ്ഞ് നമ്മുടെ ചാനൽ ഒരു നല്ല ലോഗോ കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ നിങ്ങളുടെ ചാനൽ ഒരു ലോഗോ കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ അപ്ലോഡ് പിക്ചർ പറഞ്ഞുണ്ട്. ഇവിടെ ക്ലിക്ക് ആക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫയൽ, ഫോട്ടോ സെലക്ട് ആക്കി ഇവിടെ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് പിന്നെയും മാറ്റാം, അതുകൊണ്ട് ഒരു വിഷയമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു ലോഗോ റീപ്ലേസ് ചെയ്യാം. ഇതാണ് നോക്കി ഡിസ്ക്രിപ്ഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ അബൌട്ട് പേജിൽ പോയി നോക്കിയെങ്കിൽ നമ്മുടെ ചാനൽ എന്തോത്തിനെ കുറിച്ചാണുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ചാനൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അത് നിങ്ങൾക്ക് പിന്നെയും കൊടുക്കാം, അത് ഓക്കെ. ഇനി വെബ്സൈറ്റ് കൊടുക്കണം. നിങ്ങളുടെ ചാനൽ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. പിന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. അതില്ലെങ്കിൽ പിന്നെ കൊടുക്കാം, ഓക്കെ. അത് പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ പറഞ്ഞ് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി, ക്രൂഡ് ഗെയിമിംഗ് പറഞ്ഞ നമ്മുടെ ചാനൽ നെയിം, നമ്മുടെ ചാനൽ ലോഗോ ഉണ്ട്. ഇനി നമ്മുടെ ചാനലിൽ ഒരു ബാനർ കൊടുക്കണം. നമ്മുടെ ചാനൽ നോക്കുകയാണെങ്കിൽ LSTECH മലയാളം പറഞ്ഞ നമ്മുടെ ചാനൽ ആർട്ട്, നമ്മുടെ ചാനൽ ബാനർ ഉണ്ട്. നിങ്ങളുടെ ചാനൽ അതേപോലെ കൊടുക്കണം. അതിന് വേണ്ടി ഇവിടെ കസ്റ്റമൈസ് ചാനൽ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ആക്കിയിട്ട് ആഡ് ചാനൽ ആർട്ട് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ക്ലിക്ക് ആക്കിയെങ്കിൽ ഗാലറി, നിങ്ങളുടെ ഫയലിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫയൽ സെലക്ട് ആക്കി നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫയൽ ഫോട്ടോ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ഗാലറിയിൽ തന്നെ എടുക്കണം. നമുക്ക് ഈ ഫോട്ടോ തന്നെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബാനർ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ എല്ലാം റെഡിയാക്കി. ഇനിയും വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യണം കാണാം. ഇവിടെ താഴെ നോക്കിയെങ്കിൽ അപ്ലോഡ് വീഡിയോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ആക്കി നിങ്ങൾ വീഡിയോ ഇടാം. അങ്ങനെ ഇല്ലെങ്കിൽ ഈ മെയിൽ നോക്കിയെങ്കിൽ ആഡ് സിമ്പിൾ പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ ക്ലിക്ക് ആക്കിയെങ്കിൽ അപ്ലോഡ് വീഡിയോ ഗോ ലൈവ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്യുകയാണെങ്കിൽ ഇനിയും ബ്രൗസറിൻ്റെ കാര്യം വേണ്ട. നിങ്ങൾക്കൊരു ചാനൽ ക്രിയേറ്റ് ആക്കാൻ മാത്രം മതി ബ്രൗസറിൻ്റെ ആവശ്യം. ചാനൽ ക്രിയേറ്റ് ആക്കാൻ വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ആപ്പിൽ കയറിയിട്ട് ഇതേപോലെ ആഡ് സിമ്പിൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണും. ഇവിടെ ക്ലിക്ക് ആക്കിയിട്ട് നിങ്ങളുടെ അപ്ലോഡ് വീഡിയോ കൊടുക്കാം. ഓക്കെ, അപ്ലോഡ് വീഡിയോ കൊടുത്ത് ഇപ്പോൾ സെലക്ട് ഫയൽ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഫയൽ സെലക്ട് ആക്കാം. ഓക്കെ, ഇപ്പം ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കാൻ പോകുന്നു. ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുക. ഇവിടെ കാണുമെങ്കിൽ 5%, 7% അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക.
ഈ വീഡിയോ ഇനിയും റെഡിയായി കഴിഞ്ഞ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. സോ ഇപ്പോൾ ഇവിടെ നോക്കി നമ്മുടെ വീഡിയോ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നോക്കി ഫിനിഷ്ഡ് പ്രോസസ്സിങ് പറഞ്ഞ് കാണാം. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. അതായത് നമ്മുടെ വീഡിയോ ടൈറ്റിൽ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പബ്ജി ലാഗെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ കണ്ട ഉടനെ ക്ലിക്കാക്കി ആ വീഡിയോ കാണണം പോലെ തോന്നും. അതുപോലെ നല്ല ടൈറ്റിലും തംബ്നെയിലും നമ്മുടെ വീഡിയോക്ക് കൊടുക്കണം. ടൈറ്റിലും തംബ്നെയിലും നമ്മുടെ വീഡിയോന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കില്ല. ഇനിയും ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഈ വീഡിയോ എന്തോത്തിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഞാനിപ്പോൾ വെറുതെ പബ്ജി ലാഗ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ പോയി തംബ്നെയിൽ അപ്ലോഡ് ചെയ്ത് തംബ്നെയിൽ കാണിക്കും. ഇവിടെ ക്ലിക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾ തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനൽ വെരിഫൈ ആയിട്ടില്ല. നമ്മുടെ ചാനൽ വെരിഫൈ ആകാൻ വേണ്ടി ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞ സംഭവമുണ്ട്. ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വെരിഫൈ പറഞ്ഞ സംഭവം ഇവിടെ ക്ലിക്ക് ആക്കുക. സോ ഇപ്പോൾ നമ്മുടെ കൺട്രി എന്താ കൺട്രിന്ന് ചോദിക്കുക. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കോൾ ചെയ്ത് വെരിഫൈ ചെയ്യണം. ടെക്സ്റ്റ് മെസ്സേജ് വെരിഫൈ ചെയ്യണം. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാം. ഇനി നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്തെങ്കിൽ നമ്മുടെ ചാനൽ വെരിഫൈ ആയി കാണും. സോ നമ്മുടെ ചാനൽ ഇപ്പോൾ വെരിഫൈ ആയി കണ്ടെങ്കിൽ ഇവിടെ കാണാം വെരിഫൈഡ്, കൺഗ്രാജുലേഷൻസ്, യുവർ ചാനൽ ഹാസ് ബീൻ വെരിഫൈഡ്. ഓക്കെ, ഇനി നിങ്ങൾ ബാക്ക് അടിച്ചെങ്കിൽ ഇവിടെ നമുക്ക് ഇനിയും വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കാം. ഇവിടെ ക്ലിക്ക് ആക്കണമെങ്കിൽ നിങ്ങളൊരു തംബ്നെയിൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ആ തംബ്നെയിൽ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാം. നിങ്ങൾ തംബ്നെയിൽ ഒന്നും റെഡി ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോക്കകത്തും തന്നെ ഒരു തംബ്നെയിൽ നിങ്ങൾ സെലക്ട് ആക്കാം. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ വീഡിയോ, ഇതിനകത്ത് തന്നെ യൂട്യൂബിനകത്ത് തന്നെ ചില തംബ്നെയിലൊക്കെ സെലക്ട് ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു തംബ്നെയിൽ ഇവിടെ സെറ്റാക്കി ആക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തംബ്നെയിൽ കൊടുത്തു. ഇനി താഴോട്ട് ഇപ്പോൾ നോക്കിയെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിന് മുന്നേ കൊടുക്കാം. ഓക്കെ, ഇനി മോർ ഓപ്ഷൻസിന് പോയിട്ട് ടാഗ്സ് കൊടുക്കണം. ഈ ടാഗ്സ് എന്ന് വെച്ചാൽ ആൾക്കാർ എങ്ങനെയൊക്കെ സെർച്ച് ആക്കിയെങ്കിൽ നിങ്ങളുടെ വീഡിയോ അവർക്ക് കിട്ടും. അതാണ് ഈ ടാഗ്. നിങ്ങൾ എത്രയും ടാഗ് നിറയെ കൊടുക്കണോ അത്രയും നിങ്ങളുടെ വീഡിയോ സെർച്ച് ആപ്പിൽ വരാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വെറുതെ ഒരു ടാഗ് കൊടുക്കാം. ഇനിയും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. എല്ലാം ഓക്കെ എങ്കിൽ നെക്സ്റ്റ് കൊടുത്തു പോകാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്ത് ഇങ്ങനെ ആഡ് എൻ കാർഡ്, ആഡ് ഐ കാർഡ് ചോദിക്കുന്നത്. ഈ എൻ കാർഡ് എന്താ വെച്ചാൽ ഈ നിങ്ങളുടെ ഇതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോന് എൻഡിങ്ങിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കഴിഞ്ഞെങ്കിൽ എൻഡിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്ത വീഡിയോ റിലേറ്റഡ് ആയിട്ടോ അത് എന്തെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. ഈ ഐ കാർഡ് എന്താണെന്ന് വെച്ചാൽ അതേപോലെ നിങ്ങൾക്ക് വീഡിയോന് ഇടയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഈ മേലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതുപോലത്തെ ഒരു ഇതാണ് ഈ ഐ കാർഡ്. അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുത്തു പോകാം. ഓക്കെ, ഇനിയും പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ ചോദിക്കാം. പ്രൈവറ്റ് ആക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ വേറെ സമയത്ത് നിങ്ങളുടെ വീഡിയോ പബ്ലിക് ആക്കാം. ഇപ്പോൾ ഞാൻ പബ്ലിക് കൊടുക്കാം. ഇനി ഷെഡ്യൂൾ ടൈമിംഗ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ എത്ര മണിക്കാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ റെഡിയാക്കി ഇനി ഇത് 5 മണിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ വെളി വന്നാൽ മതി പറഞ്ഞാൽ ഇവിടെ ടൈമിംഗ് കൊടുക്കാം 5 മണി പറഞ്ഞ്. അതില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചെങ്കിൽ ഓക്കെ പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. ഒന്നും ചെയ്യാതെ നമ്മൾ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ആക്കാം. നിങ്ങളുടെ വീഡിയോ ലിങ്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. കണ്ടെങ്കിൽ ഒരു വീഡിയോ വന്നു, പബ്ലിക് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ആക്കിയ ഡേറ്റ് ഉണ്ട്, വ്യൂസ്, കമൻറ്റ്സ്. ഇത് ഇനി ആൾക്കാർ കാണാൻ തുടങ്ങുകയാണെങ്കിൽ വ്യൂസ് നിങ്ങൾക്ക് ഇൻക്രീസ് ആവും, കമൻറ്റും വരും. ഓക്കെ, അത്രയും നമ്മുടെ ഇപ്പം സിമ്പിളായിട്ട് ചാനൽ ക്രിയേറ്റ് ആക്കി വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞു. സോ ചാനൽ ക്രിയേറ്റ് ആക്കി വീഡിയോ ഇട്ടു ഇനി നമുക്ക് കൈ നിറച്ച് പൈസ കിട്ടും വിചാരിച്ചാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ കുറച്ച് വർഷങ്ങളാവാം. ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ഇടുന്ന വീഡിയോ പോലെയൊക്കെ നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ് നിങ്ങൾ ഏതെങ്കിലും പുതിയ വീഡിയോ ഡെയിലി ഒരു വീക്കിലിയോ അല്ലെങ്കിൽ ഡെയിലി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ സമ്പാദിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ സമ്പാദിക്കും ഈ ഡൗട്ടോടെ കാണുക. നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ നിങ്ങളിടുന്ന വീഡിയോന് പുറത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് വരണം. നിങ്ങളിടുന്ന വീഡിയോയിൽ എന്തുമാത്രം ആഡ്സ് വരണോ അത്രയും നിങ്ങൾക്ക് പൈസ കൂടി കിട്ടും. ഇതാണ് യൂട്യൂബ് വർക്കാവുന്ന മൊത്തം ലോജിക്കും. ഓക്കെ, ഞാൻ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഇനി എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടും ആ ഡൗട്ട് കണ്ടോ. നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ യൂട്യൂബ് ചില ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ മിനിമം 1000 സബ്സ്ക്രൈബർ എങ്കിലും വേണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലിൽ വീഡിയോസിന് 4000 വാച്ച് ഹവേഴ്സിന് മുകളിൽ വരണം. ഫോർ എക്സാമ്പിൾ അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും ശരി 10 വീഡിയോ ഇട്ടാലും ശരി അത് കണക്കല്ല. നിങ്ങൾ ഇട്ട വീഡിയോസ് 4000 വാച്ച് ഹവേഴ്സിന് മുകളിൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ്സിന് വീഡിയോ പറഞ്ഞാൽ ഇടുക. ഈ വീഡിയോ ഇപ്പോൾ ഒരു 6 പേർ 6 മെമ്പേഴ്സ് കാണുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണുമെങ്കിൽ 60 മിനിറ്റ്സ് നിങ്ങൾക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ 60 മിനിറ്റ്സ് ആയി 1 അവർ. അപ്പോൾ നിങ്ങളിപ്പോൾ 1 അവർ ക്രോസ് ആയി കിട്ടി. ഇതേപോലെ 4000 അവേഴ്സ് ക്രോസ് ആയി കിട്ടണം. 4000 അവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കാൻ വലിയതാണ്, പക്ഷേ
നിങ്ങൾ അവത്തെ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങി വലിയ കാര്യമില്ല, ഡിമോട്ടിവേറ്റ് ആവില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞ് ചെയ്യാതെ മതി, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് കിട്ടിയെങ്കിൽ നിങ്ങളുടെ ചാനലിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ എലിജിബിൾ ആകും. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബറും കിട്ടി, 4000 വാച്ച് കിട്ടിയെങ്കിൽ ഇനി നിങ്ങൾ എന്തോ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ കൊടുത്തിട്ട് പോകണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയെങ്കിൽ മോണിറ്റൈസേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക, അപ്ലൈ എന്നോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ ക്ലിക്ക് ആക്കണം. ഇനി ഗൂഗിൾ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ഒറിജിനൽ നെയിം പ്ലസ് നിങ്ങളുടെ അഡ്രസ്സ് അതേപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഈ മൂന്നും അവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഒറിജിനൽ നെയിം ആയിരിക്കും കൊടുക്കണം, ഫോൺ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ താഴെ പിൻ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞ് വരും. ഈ പിൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് ഈ ചാനൽ നടത്തുന്നത് വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഓഫീസ്, അതായത് US നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ് വരും. ഈ പോസ്റ്റിനകത്തേക്കും പിന്ന് കാണുന്നത്. ഈ പിൻ ഇപ്പോൾ നിങ്ങൾ ഈ പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ വെരിഫൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോ ഇപ്പോൾ പിന്നൊക്കെ അവിടെ അടിച്ച് കൊടുത്ത് നമ്മുടെ ചാനൽ വെരിഫൈ ആയെങ്കിൽ അടുത്ത നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. നിങ്ങളുടെ IFSC കോഡ്, സ്വിഫ്റ്റ് കോഡൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പോയി ചോദിച്ച് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ നെയിമിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ ലഭിക്കത്തുള്ളൂ, അത് നോക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ആക്കി കൊടുത്തെങ്കിൽ മാസം കറക്റ്റായിട്ട് എല്ലാ മാസം 21-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ നിങ്ങൾ തരും. ഓക്കെ, മിനിമം നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ത്രെഷോൾഡ് $100 എങ്കിലും കാണണം. ഇതാണ് അവരുടെ ബേസിക്കലി. ഇതാണ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളൊരു ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ യൂണിക്കായിട്ടുള്ള ലോഗോ, നെയിം, പിന്നെ വീഡിയോ കണ്ടൻറ്റ് ആണെങ്കിൽ യൂണിക്കായിട്ട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അടുത്ത ചാനലൊക്കെ ഇൻസ്പയർ ആകും, പക്ഷേ അവർ നോക്കി നിങ്ങൾ കോപ്പി അടിക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇരുന്ന വീഡിയോ അങ്ങനെ കോപ്പി അടിച്ച് ഇടുകയാണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ കാണും, പക്ഷേ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങും ഇയാളെന്തോ അങ്ങനെ കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ആവും. സോ അന്നേരം നിങ്ങളെ കൊണ്ട് ഒന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു യൂണിക്കായിട്ട് കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ആക്കി ഇടുക. ഓക്കെ, അതേപോലെ ലോഗോ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഗോ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ നല്ല ആപ്സൊക്കെ ഉണ്ട്, അതിൽ നിങ്ങൾ ലോഗോ ക്രിയേറ്റ് ആക്കാം. അതേപോലെ നിങ്ങളുടെ നെയിം ഇപ്പോൾ കറിക്കുണ്ട്, അതേപോലെ നമുക്ക് പേരിടാം. അല്ലെങ്കിൽ അൺബോക്സിങ് ഡ്യൂഡ് ഉണ്ട്, നമുക്ക് അതേപോലെ വേറെ ഡ്യൂഡ് ഇടാം. അങ്ങനെയില്ല, അത് സ്വന്തമായിട്ട് യൂണിക്കായിട്ട് നെയിം പെതുക്കെ കണ്ടുപിടിച്ചാൽ മതി, ഒരു അർജൻറ്റില്ല പെതുക്കെ കണ്ടുപിടിച്ചിടാം. ഓക്കെ, പിന്നെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നിറയെ പേര് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം ഫ്രീ ആയിട്ട് പറഞ്ഞു തരണമുണ്ട്. ഒരു വീഡിയോ തന്നെ 1-4 പ്രാവശ്യം നിങ്ങൾ കണ്ടു നോക്കി പഠിക്കാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, വളരെ ഈസിയാണ്. ഓക്കെ, ഞാൻ പഠിച്ചു വരുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല ടെക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.